മാത്സിലേക്ക് സ്വാഗതം. സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിലെ പുതിയ മാത്തമാറ്റിക്സ് ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആംഗിൾസ്, കോണുകൾ എന്ന ടോപ്പിക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പുതിയ പുസ്തകമായതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും പുസ്തകം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കോപ്പി ഉപയോഗിച്ചുകൊണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, കോണുകൾ അല്ലെങ്കിൽ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന് ഏറ്റവും എളുപ്പമുള്ള ഡെഫിനിഷൻ, നിർവചനം, രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ മുട്ടുകയാണ്. ഈ വരയും ഒരു പോയിന്റിൽ മുട്ടുമ്പോഴുണ്ടാകുന്ന ഈ ഫിഗറാണ്, ഈ രൂപമാണ് ആംഗിൾ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടു ലൈൻസ് മീറ്റ് അറ്റ് എ പോയിന്റ്. ടു ലൈൻസ്, രണ്ട് ലൈൻസ് മീറ്റ് അറ്റ് എ പോയിന്റ് മേക്ക് എൻ ആംഗിൾ. ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. രണ്ട് വരകള് ഒരു ബിന്ദുവിൽ മുട്ടുമ്പോൾ അവിടെ കോൺ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അർത്ഥം. അതായത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ലൈൻ വരുന്നുണ്ട്, അപ്പോഴവിടെ ആംഗിൾ ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഈ വര ഇവിടം വരെ എത്തി മുട്ടുമ്പോൾ ആംഗിൾ ഉണ്ടാവുന്നു. ഇനി നോക്ക്, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മൾക്ക് പറയാം ഈ വരയും ചേർന്ന് ഒരു കോൺ ഇവിടെ ഉണ്ടാകുന്നു, ഈ വരയും ചേർന്ന് മറ്റൊരു കോൺ ഉണ്ടാകുന്നു. കോൺ എന്ന് പറയുമ്പോൾ, ആംഗിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് ഈ ഒരു ഷേപ്പാണ്. ഇങ്ങനെ ഒന്ന് നേരെയും നേരെ തന്നെ വേണമെന്നില്ല, ഒന്ന് ഇങ്ങനെയുള്ള രൂപങ്ങള്. ഓക്കെ, അപ്പോ ഈ രൂപത്തിൽ വരുമ്പോൾ ഒരു ലൈനിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നത് വിചാരിച്ചോ, അപ്പോഴിവിടെ 4 ആംഗിൾ ഉണ്ടാവും. ഒരാംഗിള് ഈ ഒരു വരയും ചേരുന്ന ഒരാംഗിള് കോണ്, ഈ ഒരു വരയും ചേർന്ന മറ്റൊരു കോണ്, ഈ ഒരു വരയും ഇവിടെ ചേരുമ്പോഴുണ്ടാകുന്ന ഇങ്ങനെയുള്ള ഒരാംഗിള്, ഈ ഒരു വര ഇവിടത്തേക്കും ഈ ഒരു വര ഇവിടത്തേക്കും ചേരുമ്പോൾ, അപ്പോൾ അവിടെ 4 ആംഗിൾസ്, 4 ആംഗിൾസ്, 4 കോണുകൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഒരു കോൺ മാത്രം വരുമ്പോൾ ഉള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ളത് നമ്മൾ പഠിക്കുന്നില്ല, ഇങ്ങനെയുള്ളതും നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ഷേപ്പില് വരുന്നതിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടുന്നു. 2 ലൈൻസ് മീറ്റ് അറ്റ് എ പോയിന്റ്. അങ്ങനെ വരുമ്പോൾ ഉള്ളതിനാണ് ആംഗിൾ അല്ലെങ്കിൽ കോൺ എന്ന് പറയുന്നത്. ഐഡിയ മനസ്സിലായല്ലോ? ഈ ടൈപ്പ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നോക്കൂ, ഈ ആംഗിൾസ്, കോണുകൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആംഗിൾസ് ആണ്. അപ്പോ അതിനെ നമ്മൾക്ക് എങ്ങനെ ഓരോന്നിനെയും നമുക്ക് ഭാഗിച്ച് അല്ലെങ്കിൽ വ്യത്യാസ രീതിയിൽ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി പറയുന്നത്. അതായത് ആംഗിളുകൾ തന്നെ, കോണുകൾ തന്നെ, വലുതേത് ചെറുതേത്, ലാർജ് ആംഗിൾ ഏതാണ്, സ്മോൾ ആംഗിൾ ഏതാണ് എന്ന് പറയുന്നതാണ് ഇനി ഞാൻ അടുത്ത് പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പേ നിങ്ങൾ ആംഗിളുകൾ, ഈ ഒരു രൂപം നിങ്ങൾ 5ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റെക്റ്റാങ്കിൾ, ചതുരം. ഇവിടെ നോക്കൂ, ഇവിടെ എത്ര ആംഗിള്, എത്ര കോണുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഈ ഒരു വരയും ഇവിടെ ചേരുമ്പോ ഒരാംഗിള് കണ്ടോ, ഒരാംഗിൾ ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു വരയും ഇതും ചേരുമ്പോ ഇവിടെ ഉണ്ടാവുന്നു. അങ്ങനെ ആകെ ഇപ്പൊ എത്ര ആംഗിൾ ഉണ്ടാവുന്നു? 4 എണ്ണം. അതേതല്ലാണ്? ഒന്ന് ഇവിടെ ഉണ്ടാകുന്നത്, ഇതും ചേരുമ്പോ, ഇതും ജോയിൻ ചെയ്യുമ്പോ, പിന്നെ ഇതും ഇങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ, ഇതും ജോയിൻ ചെയ്യുമ്പോ ഇവിടെ 4. അപ്പൊ 4 ആംഗിള് ഇവിടെ ഉണ്ടാവുന്നു. എന്നാൽ ഇവിടെ നോക്ക്, ഈ വരയും ചേരുമ്പോ 1, ഈ വരയും ചേരുമ്പോ 1. അങ്ങനെ ഇവിടെ ഒരു ആംഗിള്, ഇവിടെ ഒരു ആംഗിള്, ഇവിടെയും 4. ഇത് നമ്മൾ 5ാം ക്ലാസ്സിൽ വരച്ചതാണ്. പാരലോഗ്രാം, സാമാന്തരികം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആംഗിൾ എന്നുള്ള രൂപം മനസ്സിലായല്ലോ? 2 വര ചേരുമ്പോഴുണ്ടാകുന്നതാണ്. 2 ലൈൻ മീറ്റ് ചെയ്യണം.
അപ്പൊ കൂട്ടിമുട്ടണം. ഓക്കെ, അപ്പോഴാണ് ആംഗിൾ ഉണ്ടാവുന്നത്. അത് കൃത്യമായിട്ട് എല്ലാ കുട്ടികളും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് ഇത് ചെറുതേത് വലുതേത് പറയുന്നതാണ്. നോക്കൂ കുട്ടികളെ, ഇവിടെ ഒരു വര, ഈ ഒരു ലൈനും രണ്ടും ചേരുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫിഗർ, ഇങ്ങനെയുള്ള ഇത് ഒരു ആംഗിൾ നമ്മൾക്ക് കിട്ടുന്നു. ഇവിടെ നോക്കൂ, ഈ ഒരു വരയും ഇതും ചേരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ആംഗിൾ ഇവിടെയും കിട്ടുന്നു. ഈ ഒരു വരയും ഇങ്ങനെയും ചേരുമ്പോൾ ഇവിടെയും നമുക്ക് ഒരു ആംഗിൾ കിട്ടുന്നു. അപ്പോൾ ഏറ്റവും കുറവ് നിവർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിവർന്നു നിൽക്കുന്നത്, അതായത് ഓപ്പൺ, അതിന്റെ വായ ഓപ്പൺ ആയിട്ട് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഏതാണ്? ഇതാണെന്ന് കാണാം. കാരണം എന്താ? ഏറ്റവും കുറവ് ഓപ്പൺ ആയിട്ടുള്ളത് ഏതാണ്? ഇതാണ് അല്ലെ. ഇതിന് വിരിവ് വളരെ കുറവല്ലേ? ഇതിന് ഓപ്പൺ ചെയ്ത് നിവർന്നു നിൽക്കുന്നത് ഇത് ഇത്ര പോരല്ലേ ഉള്ളൂ. ഇനി ഇത് നോക്ക്, ഇത് അതിനെക്കാളും കുറച്ചുങ്ങളുണ്ട്. കാരണം ഈ താഴത്തെ വര ഞാൻ ഒരേപോലെയാണ് ഇതിലെല്ലാത്തിലും വരച്ചത്. അപ്പൊ ഇത് ഇങ്ങനെ കുറച്ച് കുനിഞ്ഞിട്ടുണ്ട്, അതിനേക്കാളും കുറച്ച് നിവർന്നു നിൽക്കുന്നതാണ് ഇത്. ഞാൻ ഇവിടെ ഒരു തല കൊടുക്കാം, ഒരാളുടെ തല കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ നിവർന്നു നിൽക്കുക എന്ന് പറഞ്ഞത്. ഇതിവിടെ കുനിഞ്ഞു നിൽക്കുകയാണ് ഇയാള്, ഇവിടെ ഞാൻ തല കൊടുക്കുകയാണ്. അപ്പൊ ഇതിനെക്കാളും നിവർന്നു നിൽക്കുന്നുണ്ട് ഇയാൾ, കാല് നീട്ടിയിട്ട് ഇരിക്കുന്നെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇവിടെ കുനിഞ്ഞിരിക്കുന്നുണ്ട്, ഇത് അതിനേക്കാളും നിവർന്നു നിൽക്കുന്നുണ്ട്. ഇവിടെ തല കൊടുത്തു കഴിഞ്ഞാൽ ഇത് അതിനേക്കാളും നിവർന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ നിവർന്നു നിൽക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഏറ്റവും കുറവോ? ഇവിടെയാണ്. അതുകൊണ്ട് ഇതാണ് അതിലത്തെ സ്മോൾ ആംഗിള്, ചെറിയ കോൺ. അപ്പൊ അതിന്റെ ഈ നിവർന്നു നിൽക്കുന്നത് ചുരുങ്ങി വരുന്നതാണ് ചെറുത്. അത് ഇങ്ങനെ വിടർന്നു വരുന്നുണ്ടെങ്കിൽ അത് വലിയതായിരിക്കും. അപ്പൊ ഈ മൂന്നെണ്ണത്തില് ഏറ്റവും ചെറുത് ഇത്, സ്മോൾ, ചെറുത് ഇത്. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? അതിനേക്കാളും വലുത് ഇത്. ആരെക്കാളും? ഇതിനേക്കാളും വലുത് ഇത്. അപ്പൊ ഇതോ? ഈ മൂന്നെണ്ണത്തില് ഏറ്റവും വലുത്. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും വലുത്. മൂന്നെണ്ണം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. രണ്ടെണ്ണം മാത്രമേ ഇല്ലുവെങ്കിൽ ഇത് ചെറുത് ഇത് വലുത് പറയാം. ഇവിടെ മൂന്നെണ്ണം ഉണ്ടായതുകൊണ്ട് ഇത് ഏറ്റവും ചെറുത് അല്ലെങ്കിൽ ചെറുത്. ഞാനിവിടെ ഏറ്റവും ഒന്ന് എഴുതേക്കാം, ഏറ്റവും ചെറുത് അല്ലെങ്കിൽ. അപ്പൊ ഇതേത് സൈസ്? ഇത് മീഡിയം സൈസ്. മീഡിയം സൈസ്, അധികം വലുതുമല്ല ചെറുതും അല്ലാത്ത സൈസ്. അതായത് ഇതിനേക്കാളും വലുത് ഇത്, അതിനേക്കാളും വലുത് ഇത് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഒരു ആംഗിളിന്റെ സൈസ് നമ്മൾക്ക് പറയാൻ പറ്റും ഇങ്ങനെ കാണുന്ന സമയത്ത്. ഇനി പറയാം, നോക്കൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിലോ, അപ്പൊ അത് ഇതിനേക്കാളും വലുതാണ്. നോക്ക്, ഇതിനേക്കാളും നിവർന്നു നിൽക്കുന്നില്ലേ ഇത്? അപ്പൊ ഇതിനേക്കാളും വലുതാണ് ഇത്. ഓക്കെ, എത്രത്തോളം നിവർന്നു വരുന്നുണ്ടോ അത്രയും വലുതാണ്. ഇതും ഇതും ആവുമ്പോഴോ ഏതാണ് ചെറുത്? ഇത് ചെറുത്. ഓക്കെ, ഇത് സ്മോള്, ഇത് ലാർജ്. ഓക്കെ, അപ്പോ ഇതിങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇത് വലുത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് വിചാരിക്കരുത്. ഇത് ഏറ്റവും ചെറുത്, ഇത് ഏറ്റവും വലുത് അല്ലെ. ഇത് നമുക്ക് ഇത് ലാർജസ്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് ഏറ്റവും സ്മോളസ്റ്റ് എഴുതാം. ഇത് അതിന്റെ മിഡിലിൽ വരുന്ന സൈസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. ഏത് സ്ഥലത്തും ഒരു ആംഗിൾ കണ്ടാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഇനി എന്റെ അടുത്ത കാര്യം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇതിപ്പോ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഇതാണ് ചെറുത് എന്ന് പറഞ്ഞു, സമ്മതിച്ചു. ഇതും കാണുമ്പോൾ ഇതാണ് ചെറുത്, ഇത് വലുത് പറഞ്ഞു. ഓക്കെ, ഇത് രണ്ടും കാണുമ്പോഴോ ഏത് ചെറുത് ഏത് വലുത് എന്ന് നമുക്ക് നോക്കിയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ തെറ്റി പോകാം. അപ്പോൾ എങ്ങനെ മനസ്സിലാവും ഏതാണ് നിവർന്നത് കൂടുതൽ, അതിന്റെ വായ കൂടുതൽ ഓപ്പൺ ചെയ്തത് ഏതാണ് എന്ന് നോക്കി പറയാൻ പറ്റാത്ത സന്ദർഭങ്ങളിലാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സില് ഈ ഇൻസ്ട്രുമെന്റ്, ഓക്കെ, അത് എൻ്റെ അടുക്ക കുറച്ച് വലുതായിട്ട് ഇങ്ങനെയുള്ളതുണ്ട്, ഇതിനകത്ത് കാണുന്നില്ലേ? ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത് ഇതിന് പറയുന്ന പേരാണ്, ഇംഗ്ലീഷിൽ ഇതിന് പറയുക, നിങ്ങളുടെ ബോക്സിൽ ഇങ്ങനെ ഉണ്ടാവുക, ഈ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പ്രൊട്രാക്ടർ. മലയാളത്തിൽ ഇതിന് പറയാ കോൺമാപിനി. അപ്പൊ കോൺമാപിനി എന്ന് പറഞ്ഞാൽ മാപിനി എന്ന് പറഞ്ഞാൽ അളക്കുന്ന ഉപകരണം എന്നാണ്.
ഓക്കെ. അപ്പൊ കോൺമാപിനി പറഞ്ഞ കോൺ അളക്കുന്ന ഉപകരണം, അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് പ്രൊട്രാക്ടർ. ഓക്കെ, ഏതിന്? ഇതിന്. ഓക്കെ, മറ്റതിന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാം. സ്കെയിൽ അതിലുണ്ട്, ഇൻസ്ട്രുമെന്റ് ബോക്സില്, പിന്നെ എന്തുണ്ട്, സെറ്റ് സ്ക്വയർ ഉണ്ട്, കോമ്പസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ 5ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പോൾ പറയുന്നതാണ് പ്രൊട്രാക്ടർ. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ആംഗിള് അളക്കാൻ, ഏത് വലുത് ഏത് ചെറുത് എന്ന് അളന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, ആംഗിൾ അളക്കാൻ. അതുകൊണ്ട് അതാ ശ്രദ്ധിക്കേണ്ടത്, നീളം അളക്കാനല്ല, ആംഗിൾ അളക്കാൻ. മെഷറിങ് ആംഗിൾസ്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അളക്കാൻ വേണ്ടിയിട്ട്. ആരെ അളക്കാൻ? ആരെ അളക്കാൻ? ആംഗിൾ മെഷർ ചെയ്യാൻ, കോൺ അളക്കാൻ. കറക്റ്റ് ആയിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരും. ആംഗിൾ എന്ന് പറഞ്ഞാൽ കോണ്. അപ്പൊ കോൺ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? പ്രൊട്രാക്ടർ. ഓക്കെ, കോൺമാപിനി. അപ്പൊ എങ്ങനെയാണ് ഇത് അളക്കൽ എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കൂ കൂട്ടുകളെ. ഇവിടെ ഈ പ്രൊട്രാക്ടറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ കുറച്ച് വലിയ പ്രൊട്രാക്ടർ എടുക്കാം. ഓക്കെ, ഈ പ്രൊട്രാക്ടറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ നീല കണ്ടില്ലേ പ്രൊട്രാക്ടർ? ഇതിന്റെ സെന്ററിൽ ഒരു താഴെ ഒരു ലൈൻ ഉണ്ട്. പ്രൊട്രാക്ടറിന്റെ ഏറ്റവും അടിയിൽ ഒരു ലൈൻ ഉണ്ട്. നിങ്ങൾ എല്ലാവരും പ്രൊട്രാക്ടർ എടുത്തിട്ട് നോക്കുക. ഏറ്റവും താഴെ ഒരു ലൈൻ ഉണ്ട്, കറുത്ത ലൈൻ. അതിന്റെ മിഡില് നടുക്ക് ഒരു പോയിന്റ് ഉണ്ട്. ഒരു സൂര്യനെ പോലെ ഒരു ചിത്രം തന്നിട്ട് താഴെ ഈ താഴത്തെ വരയിലത്തെ നടുക്ക് ഒരു പോയിന്റ് ഉണ്ട്. അതാണ് ഈ പ്രൊട്രാക്ടറിന്റെ സെന്റർ എന്നായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ബോക്സിലെത്തതാണെങ്കിൽ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? താഴെ ഒരു കറുത്ത വര ഇങ്ങനെ കാണാൻ പറ്റും. ഏറ്റവും അടിയിലത്തെ അല്ല, ഈ അതിന്റെ മേലൊരു കറുത്ത വരയുണ്ട്, ലൈൻ ഉണ്ട്. ആ ലൈനില് സെന്ററിലത്തെ ഒരു പോയിന്റ്, അതാണ് ഇതിന്റെ സെന്റർ. ആ സെന്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയോ? നോക്കൂ, ഇങ്ങനെയുള്ള സെന്ററിൽ നമ്മൾ ഇവിടെ ഈ അറ്റത്ത് ഈ 2 വരയും മുട്ടുന്ന സ്ഥലത്ത് പ്രൊട്രാക്ടറിന്റെ എന്ത് വെക്കുന്നു? നേരത്തെ പറഞ്ഞ സെന്റർ വെക്കുന്നു. സെന്റർ അവിടെ വെക്കുന്നു. സെന്റർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഈ പ്രൊട്രാക്ടറിൽ ഒരു കറുത്ത വര ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലോ ഏറ്റവും അടിയിൽ. ആ വര ലൈൻ നമ്മൾ വരച്ച ലൈനിന്റെ മുകളിലായിരിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 2 കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പ്രൊട്രാക്ടറിന്റെ ഈ സെന്റർ എവിടെയായിരിക്കണം? താഴെയുള്ള ഈ സെന്റർ, കേന്ദ്രം, ഈ വരയുടെ അറ്റത്ത് വരണം. രണ്ടാമത്തെ കാര്യം, പ്രൊട്രാക്ടറിന്റെ അടിയിൽ കാണുന്ന കറുത്ത വര നമ്മളുടെ ലൈനിന്റെ മേലെ കറക്റ്റ് ആയിട്ടുണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോ ശ്രദ്ധിക്ക്, ഈ വര പോകുന്നതില് ഇങ്ങനെ നോക്കിയാല് അവിടെ നമ്മളെ പ്രൊട്രാക്ടറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ഒരു വില. നോക്ക്, ഇവിടെ എത്രയുണ്ട് അറിയോ? 0, 10, 20, 30, 40 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 40, 40 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ നമ്മള് ശ്രദ്ധിക്ക്, ഇവിടെ 40 എന്ന് കാണുന്ന ഈ വര പോകുന്ന ലൈനിൽ. അപ്പൊ 40. അപ്പൊ ഇതിന്റെ ആംഗിൾ നമ്മൾ എഴുതും 40 ഡിഗ്രി. അപ്പൊ ഡിഗ്രി എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ 40 എന്നും പഠിക്കാം. ഇതിന്റെ പറയാ 40. അതേപോലെ ഇവിടെയും നമ്മൾ നോക്കുക, കണ്ടുപിടിക്കുക. അപ്പൊ ഇതിന്റെ വിരിവ്, ഇതിന്റെ ഓപ്പൺ ചെയ്തത് 40 ഉണ്ട് എന്ന് അർത്ഥം. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ വെക്കുമ്പോഴും നിങ്ങൾ വെച്ച് നോക്കിയിട്ട് നേരത്തെ പറഞ്ഞ ഒരു സെന്റർ ഇവിടെ കറക്റ്റ് ആക്കി വെച്ച് താഴത്തെ വര നമ്മളെ വരയുടെ മേലെ വെച്ചിട്ട്, പ്രൊട്രാക്ടറിലെ താഴത്തെ വര നമ്മുടെ ലൈനിന്റെ മേലെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 10, 20, 30, നമുക്ക് ഇവിടെ കാണാൻ പറ്റും 40, 50 ഡിഗ്രി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 50ലേക്കൂടെ ഇത് പോകുന്നുണ്ട്. 50ലേക്കൂടെ, അവിടെ 50ന്റെ വരയിലേക്കൂടെ ഇത് പോകുന്നുണ്ട്. അപ്പൊ ഇത് എത്രയുണ്ട്? ഇതിൻ്റെത് 50. ഓക്കെ, അതിനെ നമ്മൾ ഡിഗ്രി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എന്താണ് ഡിഗ്രി എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. അപ്പൊ ഇത് 40 ഇത് 50. അപ്പൊ ഏതാണ് വലുത്? ഇത് വലുതാണ്. ഈ ഡിഗ്രി എന്ന് പറഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ ഈ പ്രൊട്രാക്ടർ നിങ്ങൾ നോക്കൂ. പ്രൊട്രാക്ടർ, ഇത് വലിയ പ്രൊട്രാക്ടർ ഞാൻ ഇങ്ങനെ വരച്ചു. പ്രൊട്രാക്ടറിന് അതിന് ഇവിടെ ഒരു സെന്റർ, ഞാൻ നേരത്തെ പറഞ്ഞ സെന്റർ പ്രൊട്രാക്ടറിന്റെ ഇത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരുപാട് ലൈനുകൾ ഉണ്ട്. ഇങ്ങനെ 1 ലൈൻ, 2 ലൈൻ, 3 ലൈൻ, 4, ഇങ്ങനെ ഒരുപാട് ലൈനുകൾ ഉണ്ട് അല്ലേ? ഇങ്ങനെ ലൈനുകൾ ഉണ്ട്. ഓക്കെ, ഒരേ ദൂരത്തിലാണ് ഇങ്ങനെ കാണുന്നത് ഇവിടെ കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഞാൻ വരച്ചു. ഓക്കെ, ഒരുപാടെണ്ണം ഉണ്ട് അവിടെ. ഇങ്ങനെ വരക്കുമ്പോ ഇവിടെ 0 എന്ന് കാണാം,
ഓക്കെ, ഇവിടെ നമുക്ക് 10 എന്ന് കാണാം. 0 ഉണ്ട് അവിടെ, 10 ഉണ്ട് അവിടെ. ഇവിടെ 20 എന്ന് കാണാം, ഇവിടെ 30 എന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാണാം. നോക്കൂ കുട്ടികളെ, ഇവിടെ ഇത് വലിയൊരു വരയാണ് ഇങ്ങനെ കാണുന്നത് അല്ലെ. റേഡിയസ് പോലെ, ആരം പോലെ ഒരുപാട് വരകള് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊട്രാക്ടറിൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ? അപ്പൊ അതിൽ 2 തരത്തിലുള്ള വര അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താ കഴിയുന്നത്? അതായത് 0, 10, 20, 30 എന്ന് പ്രൊട്രാക്ടറിന്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. പിന്നെയോ പ്രൊട്രാക്ടറിന്റെ പുറത്തേക്കൂടെ നോക്കുമ്പോ ഇപ്പുറത്തുനിന്ന് 0 തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്തുനിന്ന് 0, ഇവിടെ 10. നിങ്ങൾ പ്രൊട്രാക്ടറിൽ കാണുന്നതാണ്, ഉള്ളതാണ്. ഓക്കെ, നിങ്ങൾ പുതിയ കണ്ടുപിടിക്കുന്നു വേണ്ട. ഇങ്ങനെ കാണും. ഇവിടെ നിങ്ങൾക്ക് കാണാം 90, 90 അവിടെ കാണാൻ പറ്റും. അപ്പോ ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇങ്ങനെ ഇവിടെ കാണുമ്പം ഒരു 0, 10, 20 ഇതിൽ ഒരുപാട് ആരക്കാലുകള്, റേഡിയസ് പോലെയുള്ള വരകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അകത്തും പുറത്തും അതിന് അളവും ഉണ്ട്. 0, 10, 20 എന്ന് പറഞ്ഞിട്ട്. ഇനി നിങ്ങൾ അറിയേണ്ടത് എന്താണ് ഈ ഡിഗ്രി എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 0നും 10നും ഇടയില് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കുഞ്ഞു വരകളുണ്ട്, ചെറിയ വരകള്. ഏത് മാതിരി? നമ്മുടെ സ്കെയിലിൽ നിങ്ങൾ ഓർമ്മയില്ലേ? സ്കെയിലില് 0 മുതൽ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് സ്കെയിലുണ്ട്. അതിന് ഇടയില് 0നും 1നും ഇടയില് ഒരുപാട് കുഞ്ഞു വരകളുണ്ട്. അതിന് നമ്മൾ മില്ലിമീറ്റർ എന്നാ പറയാം. 0 മുതൽ 1 വരെ, 0 to 1 നമ്മൾ പറയും 1 സെന്റിമീറ്റർ ലെങ്ത്, നീളം എന്ന് പറയും. 0 to 2, 0 മുതൽ 2 വരെ 2 സെന്റിമീറ്റർ നീളം എന്ന് പറയും. അപ്പൊ ഒരു 1 മുതൽ 2 വരെ നിങ്ങൾ നോക്കിയാല് 1നും 2നും ഇടയില് സ്കെയിലിൽ ഒരുപാട് കുഞ്ഞു വരകളുണ്ട്. അതിന് നമ്മൾ മില്ലിമീറ്റർ എന്നാണ് പറയാ, ചെറിയ വരകൾക്ക്. അതേപോലെ നമ്മുടെ ഈ പ്രൊട്രാക്ടറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും 0 മുതൽ 10 വരെ നോക്കുമ്പോ അതിനിടയില് നിങ്ങൾക്ക് കാണാം അതിന്റെ അറ്റത്ത്, പ്രൊട്രാക്ടറിന്റെ അറ്റത്ത്, അതായത് എൻഡിൽ ഇങ്ങനെ വളഞ്ഞു പോകുന്ന, ഈ അവസാനം ഇങ്ങനെ വളഞ്ഞു പോകുന്ന സ്ഥലത്ത് ഒരുപാട് കുഞ്ഞു വരകൾ കാണാം. 10 എണ്ണം കാണാം. ആ 10 എണ്ണത്തില് 0 മുതല് ആദ്യത്തെ കുഞ്ഞു വര വരെയുള്ള ദൂരം ഉണ്ടാക്കുന്ന ആംഗിളാണ് 1 ഡിഗ്രി. ഇപ്പം കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടില്ല, ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമ്മളുടെ പ്രൊട്രാക്ടറില് ഇവിടെ 0 ഉണ്ടല്ലോ, 0 ഉണ്ട്. ഇവിടെ 1 ഉണ്ടല്ലോ, 1 ഉണ്ട്. എന്നിട്ട് ഈ ഒന്നാമത്തെ ചെറിയ വരയും ഈ സെന്ററും തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കുക. അങ്ങനെ വളരെ ചെറിയ ഒരാംഗിള് ഏതെല്ലാം യോജിപ്പിക്കാൻ പറഞ്ഞേ? ഈ പ്രൊട്രാക്ടറിന്റെ സെന്ററിൽ ഈ സെന്ററിൽ നിന്ന് ഇവിടെ 0 ഉണ്ട്, വര 1, കുഞ്ഞു 1 അവിടെ എഴുതിയിട്ടുണ്ടാവില്ല, ആദ്യത്തെ വര മാത്രം കാണാം. അതും ഈ സെന്ററും കൂടെ ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ണുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. നമ്മൾക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. ഈ 0യും ആ ചെറിയ 1ഉം ആദ്യത്തെ ചെറിയ വരയും തമ്മിൽ ഈ സെന്ററിലേക്ക് 2 വരകൾ വരച്ചാല് അവയ്ക്കിടയിലുള്ള ആംഗിൾ ആണ് 1 ഡിഗ്രി, 1 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ഈ 10 എന്ന് പറഞ്ഞാല് 0 ഇങ്ങനെ ഒരു വര വരച്ചു, 10ൽ നിന്ന് ഒരു വര ഇങ്ങോട്ട് വരച്ചു. അപ്പൊ 0വും ഇവിടെ 10 ഉണ്ടെങ്കിൽ 10 ഉണ്ടെങ്കിൽ 0ത്തിനൊരു വര വരച്ചു. അതേമാതിരി സെന്ററിൽ നിന്ന് 10ലേക്കും ഒരു വര വരച്ചാല് എന്താണ്? 0വും 10ഉം ഈ 2 വരകളില്ലേ, ആ വരകൾ ഉണ്ടാക്കുന്നതാണ് 10 ഡിഗ്രി എന്ന് പറയുന്നത്. 0, 10 ചെറിയ വരകൾ അതിന്റെ അടിയിൽ കാണാം. 10 ചെറിയ വരകൾ കാണാം. അപ്പൊ എത്ര ഡിഗ്രി?
10 ഡിഗ്രി, 10 ഡിഗ്രി ആയി. അപ്പൊ ഇവിടെ 20 ഉണ്ട്. ഇവിടെ 20 ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഈ സീറോവിൽ നിന്ന് ഒരു വരയും, ശ്രദ്ധിക്കേ, സീറോവിൽ നിന്നൊരു വരയും 20ഉം ഈ സെന്ററും തമ്മിൽ ഒരു വരയും വരച്ചാല് അവിടെ ഉണ്ടാകുന്ന ആംഗിള് നോക്ക്, ഇങ്ങനെ ഒരു ആംഗിള് കണ്ടില്ലേ, അത് 20. ഇനി ഇവിടെ 30 ഉണ്ടാവും. അപ്പൊ 0ഉം ഈ 30ന്റെ വരയും കൂടെ വരക്കുമ്പോ നോക്ക് ഇതാ 0ഉം ഇവിടെ 30 30 ഉണ്ട്, അത് വരക്കുമ്പോ ഉണ്ടാക്കുന്നത് 30 ഡിഗ്രി. ഓക്കെ, ഇപ്പം എന്താണ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ചെറിയ ഒരു വരയും 0ഉം തമ്മിൽ സെന്ററിലേക്ക് വരക്കുമ്പോൾ ഉണ്ടാകുന്ന 1 ഡിഗ്രി. 1 ഡിഗ്രിയുടെ ആവശ്യം നമ്മൾക്ക് വരുന്നില്ല പൊതുവെ. ഓക്കെ, നമ്മൾക്ക് ആവശ്യം വരുന്നത് 10, 20, 10, 20, 30 എന്നാണ്. അപ്പൊ അവിടെ വ്യക്തമായിട്ട് നമ്മളെ പ്രൊട്രാക്ടറും വലുതായി കാണിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് പ്രശ്നം വരില്ലല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താ സുഖം? ഇവിടെ നോക്കുമ്പോ വെച്ച് നോക്കുമ്പോ കറക്റ്റ് 40ലേക്ക് കൂടെ പോകുന്നുണ്ട്, ഇങ്ങനെ വെച്ച് നോക്കുമ്പോ 50ലേക്ക് കൂടെ പോകുന്നുണ്ട്. ഓക്കെ, ഇനി അങ്ങനെ വരുമ്പോൾ നേരെ മേലെയാണ് ഇത് വരുന്നതെങ്കിലോ പ്രൊട്രാക്ടർ ഇവിടെ സെന്ററിൽ വെക്കുക. സെന്ററിൽ വെച്ചാൽ നേരെ നോക്കുമ്പോ കാണാം അത് ഇവിടെ 90 പോകുന്നത് കാണാം. 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. അപ്പോ ഈ ചോദ്യത്തില് ഇത് എത്ര ഡിഗ്രി ആയിരിക്കും എന്നറിയോ? 90 ഡിഗ്രി ആയിരിക്കും ഇതുണ്ടാവുക. ഐഡിയ മനസ്സിലായോ? 90 ഡിഗ്രി. അപ്പൊ അതിന് ഇങ്ങനെയാണ് കാണിക്കുക. 90 ഡിഗ്രിയെ ഈ അടയാളം ഇട്ടിട്ട് ഇങ്ങനെ ഒരു അടയാളം ഇടും. 90 ഡിഗ്രി ഇങ്ങനെ ഒരു ആംഗിൾ വരുമ്പോ അതിന് 90 ആണെന്ന് കാണിക്കാൻ ഒരു ചെറിയ സ്ക്വയർ ആക്കുന്ന മാതിരി ഇങ്ങനെ ഒരു വരയിടും. ബാക്കി എല്ലാ ആംഗിളും കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെരിച്ച് വരക്കും. ഇങ്ങനെ ചെരിച്ച് വരയില്ല, ഇങ്ങനെ ഈ ഷേപ്പ് വരക്കും. ബാക്കി എല്ലാ ആംഗിളും ഇത് കാണുമ്പോ ഇവിടെ ഇങ്ങനെ വരക്കും. ഈ ആംഗിൾ ഇവിടെ വരക്കുമ്പോ ഈ ആംഗിൾ ഇങ്ങനെ വരക്കും. ആംഗിളിനെ കാണിക്കുന്ന അടയാളാണ് അത്. ഓക്കെ, 90 മാത്രം വരുമ്പോ ഇങ്ങനെ വരും. 90 ആവുമ്പോഴുള്ള പ്രത്യേകത എന്താ? ഈ വരക്ക് കുത്തനെ ആയിരിക്കും ഈ വര. അപ്പൊ നമ്മൾ പറയും ആംഗിൾ 90 ഡിഗ്രി ആവുമ്പോ ലൈൻസ് പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ വാക്ക് കേട്ടു, പെർപെൻഡിക്കുലർ ലൈൻസ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ മലയാളം ലംബം. എത്ര ഡിഗ്രി വരുമ്പോ? ആംഗിള് ശ്രദ്ധിക്കണേ, ആംഗിള് 90 ഡിഗ്രി. കോൺ ആംഗിൾ എന്ന് പറഞ്ഞാൽ കോൺ 90 ഡിഗ്രി വരുമ്പോ നമ്മൾ പറയും വരകൾ ലംബങ്ങളാണ്. ഈ വരയും ലംബമാണ്. അറിയാലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവൂലേ? ഉച്ചക്ക് 12 മണിക്ക് നമ്മുടെ സൺറേ സൂര്യരശ്മികള് കുത്തനെ പതിക്കുന്നു, ലംബമായി പതിക്കുന്നു എന്ന് പറയില്ലേ? അപ്പൊ സൂര്യരശ്മി ഭൂമിയിലേക്ക് ഉച്ചക്ക് നേരെ കുത്തനെ വരുന്നു. അപ്പൊ കുത്തനെ വരുന്നതിനെയാണെന്ന് പറയാ പെർപെൻഡിക്കുലർ, ലംബം. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് 90 ഡിഗ്രിയും 90 ഡിഗ്രിയിൽ കുറവും കണ്ടാൽ മനസ്സിലാവണം. അതെങ്ങനെയാ? 90 ഡിഗ്രി നേരെ സ്റ്റഡി ആയിട്ട് നിവർന്നു നിൽക്കുന്നുണ്ടാവും. കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ഇങ്ങനെ വെച്ച് കാലിങ്ങനെ നീട്ടി കറക്റ്റ് വെച്ചിട്ട് എൽന്നിരുന്ന മാതിരി ഉണ്ടാവും. ആര്? നമ്മളുടെ 90 ഡിഗ്രി. ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ എൽ ഇല്ലേ, ക്യാപിറ്റൽ എൽ എന്നില്ലേ, ആ ഷേപ്പിൽ വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ മാത്രമേ 90 ഡിഗ്രി വരുള്ളൂ. നോ, അങ്ങനെ മാത്രല്ല, ഈ മോഡൽ ഇങ്ങനെ വരാ, പിന്നെ എങ്ങനെ വരാ, ഇത് ഇങ്ങനെ വന്നതുപോലെ തിരിച്ചിട്ട് ഇത് ഇങ്ങനെ വരാ, ഈ മോഡലിലെല്ലാം വരാം. എൽ എന്നുള്ള രീതി ഏത് തരത്തിലും തിരിച്ചും മറിച്ചിട്ട് എഴുതുമ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആ ഐഡിയയും കൂടെ കിട്ടിയല്ലോ. ഓക്കെ. അപ്പോഴ് നമ്മള് ഈ നിങ്ങൾക്ക് ഇനി ഒരു ഡൗട്ട് എന്താ വരില്ലറിയോ? സാർ, പ്രൊട്രാക്ടറിൽ ഇവിടെ 0, ഇവിടെ 10, 20, 30 എന്നും ഇവിടെ കാണുന്നുണ്ട്, പിന്നെ രണ്ട് ഭാഗത്തും 10, 20 ഉണ്ടല്ലോ എന്ന്. അപ്പൊ ഏതെടുക്കും എന്നുള്ള ഡൗട്ട് വരും. അതായത് ഞാൻ പറഞ്ഞതിന്റെ എക്സാമ്പിൾ, നിങ്ങൾ പ്രൊട്രാക്ടർ ഒന്ന് എടുത്താൻ, കുട്ടികൾ പ്രൊട്രാക്ടർ എടുത്ത് നോക്കിയാൽ, പ്രൊട്രാക്ടർ എടുത്ത് നോക്കുമ്പോൾ ഞാൻ പ്രൊട്രാക്ടറിനെ കുറച്ച് വലുതായിട്ട് വരക്കാം. നമ്മളിങ്ങനെ വലുതായിട്ട് പ്രൊട്രാക്ടറിനെ വരച്ചാല് അതിന്റെ ഉള്ളിലും അളവുണ്ട്, പുറത്തും അളവുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് ഇവിടെ 0 കാണാം, ഇവിടെ 10, ഇവിടെ 20 എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വലതുവശത്ത് മുകളിൽ കാണുന്നില്ലേ നിങ്ങൾ? റൈറ്റ് സൈഡില് നിങ്ങൾക്ക്
ഓക്കെ, റൈറ്റ് സൈഡില് മുകളില് നിങ്ങൾക്ക് എന്ത് കാണുന്നുണ്ട്? ഉള്ളില്, ഉള്ളിലാണ് അവിടെ 10, 20 എന്ന് കാണുന്നത് അല്ലെ? ഓക്കെ ഓക്കെ, ഉള്ളില് കാണുന്നുണ്ട് 10, 20, പുറത്തല്ല. അപ്പൊ നോക്ക, ഇതാ ഈ ഉള്ളിൽ ഇവിടെ കാണുന്നുണ്ട് 10, ഇവിടെ 20, 30, 40 എന്ന് കാണുന്നുണ്ട്. ഈ നോക്ക്, ഇവിടെ 10 കാണുന്നുണ്ട്, ഇവിടെ 0 എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ 0. ഈ 0 കാണുന്നതിന്റെ പുറത്ത് കാണുന്നുണ്ട് 180 എന്ന്. ഈ 10ന്റെ മുകളിൽ കാണുന്നുണ്ട് 170 എന്ന്. ഈ 20ന്റെ മേലെ കാണാൻ നിങ്ങൾക്ക് 160 എന്ന് കാണാം. അതേപോലെ ഇപ്പുറം കാണുമ്പം നിങ്ങൾക്ക് ഇവിടെ 0 ഉള്ളുന്നാണ് തുടങ്ങിയെങ്കിൽ ഇവിടെ 0 പുറത്തുനിന്ന് തുടങ്ങും. ഇവിടെ 10 കാണും, ഇവിടെ 20 കാണും, ഇവിടെ 30 കാണും, ഇവിടെ 40, ഇങ്ങനെ കാണും. പക്ഷെ 90 എന്ന് പറഞ്ഞത് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. 90 കറക്റ്റ് കുത്തനെ വരുന്നത്. അപ്പോ നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഏത് ആംഗിൾ എടുക്കും എന്ന് ചോദിക്കുമ്പോൾ ഒരു ഡൗട്ട് വരും. ഞാൻ നേരത്തെ അളന്നപ്പോഴ് നോക്കൂ കുട്ടികളെ, ശരിക്കും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതിൽ നിന്ന് ഈ പോയിന്റ് ഒക്കെ എഴുതി വെച്ചു നിങ്ങള്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ആംഗിൾ ഞാൻ നേരത്തെ 40, 50 എന്ന് എഴുതിയല്ലോ. ഓക്കെ, അപ്പോ ഈ പ്രൊട്രാക്ടർ ഇങ്ങനെ നിങ്ങൾ വെച്ചിട്ട് അളവ് നോക്കുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കുമ്പോ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നിങ്ങൾക്ക് അവിടെ രണ്ടളവ് കാണാൻ പറ്റും. ഇവിടെ 40 എന്ന് കണ്ടപ്പോഴ് അതിന് ഉള്ളില് 40 ഉണ്ട്, പുറത്ത് എന്തുണ്ട്? 140 ഉണ്ട്. അതായത് രണ്ടളവ് ഇവിടെ ഉണ്ട്. ഈ പ്രൊട്രാക്ടർ ഇങ്ങനെയുള്ള പ്രൊട്രാക്ടറില് ഇങ്ങനെ ഒരു വര വരച്ച് അത് ഇങ്ങനെ പോകുമ്പോ ഇത് ഇങ്ങനെ ഉള്ളിലും പുറത്തുള്ളായിട്ട് ഇങ്ങനെ വരുമല്ലോ. ഓക്കെ, ഇങ്ങനെ നമ്മൾ കാണിച്ചാല് ഉള്ളിലത്തെ അളവ് ഒരളവുണ്ട്, പുറത്തത്തെ ഒരളവുണ്ട്. അങ്ങനെ വരുമ്പോ ഇവിടെ ഉള്ളില് 40 കാണുന്നുണ്ട്, പുറത്ത് 140 കാണുന്നുണ്ട്. അപ്പോ ഏതാണ് എടുക്കുക? 40 ആണോ 140 ആണോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് വരും. അത് ഒഴിവാക്കാൻ ഏറ്റവും എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ പ്രൊട്രാക്ടർ വെച്ചതിന്റെ വലതു ഭാഗത്തല്ലേ നമ്മളുടെ ആംഗിള് ഉള്ളത്, വരയുള്ളത്. ഈ പ്രൊട്രാക്ടറിന്റെ വലതു ഭാഗത്തല്ലേ നമ്മുടെ വര, ഈ ലൈൻ ഉള്ളത്. അപ്പോഴ് വലതു ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന അളവെടുക്കുക. വലതു ഭാഗത്ത് തുടങ്ങുന്ന ഉള്ളിലത്തെ അളവാണ് വലതു ഭാഗത്ത് തുടങ്ങുന്നത്. 0, 10, 20, 30, 40 എന്ന് പറഞ്ഞിട്ടുള്ള അളവ്. അപ്പൊ ഉള്ളിലത്തെ അളവെടുക്കുക. ഇനി അതേപോലെ ശ്രദ്ധിക്കുക കുട്ടികളെ, തെറ്റിക്കരുത്. പല കുട്ടികൾക്ക് തെറ്റുന്നതാണത്. ഇങ്ങനെ ഒരു ഇതിട്ടു, ഇനി ഇങ്ങനെ ഒരു വര വന്നു. ഈ ആംഗിൾ എത്ര നോക്കാൻ കുട്ടി എന്ത് ചെയ്യും? ഇവിടെ പ്രൊട്രാക്ടറിന്റെ സെന്റർ വെച്ചു. ഈ സെന്റർ വെക്കുമ്പോ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇപ്പൊ കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ രണ്ടളവ് കാണുന്നുണ്ട്. ഒരളവ് 60 എന്ന് കാണുന്നുണ്ട്, ഒരളവ് 120 എന്ന് കാണുന്നുണ്ട്. 60 എന്നും കാണുന്നുണ്ട്, 120 എന്നും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിന്റെ വലതു ഭാഗത്തല്ലേ വരയുള്ളത്. അപ്പം ഈ തുടങ്ങുന്ന വര ഇങ്ങനെ തന്നെ പോവുക. ഇനി അങ്ങനെ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ ഒരു ഐഡിയ ഇട്ട് വെക്കുക. എന്താണെന്നറിയോ? 90 കുറവ് വരുമ്പോ കുനിഞ്ഞിട്ടുള്ള ചിത്രമാണ് വരിക. കുനിയുക എന്ന് പറഞ്ഞാൽ അറിയില്ലോ, നിവർന്നത് കുറവ്. ഇനി 90 മേലെ വരുമ്പം ആ ചിത്രം എങ്ങനെ വരുന്നറിയോ? ഈ മോഡലിലേക്ക് വരും. മനസ്സിലായോ? ഈ ഷേപ്പിലേക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ അധികം വരും. 90 മേലെയാണെങ്കിൽ ഇങ്ങനെ വരും, 90 കുറവാണെങ്കിൽ ഇതിനേക്കാളും ചെറുത് വരും. ഇതിനേക്കാളും ചെറുത് നമ്മളിപ്പോ 40 എന്ന് പറയുമ്പോ ശരിക്കത് ഇതിനേക്കാളും ചെറുതല്ലേ, 90-നെക്കാട്ടി ചെറുതല്ലേ വരിക. അപ്പൊ ഇങ്ങനെ വരും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രൊട്രാക്ടർ വെച്ചതിന്റെ ഏത് ഭാഗമാണോ താഴെയുള്ള വരയുള്ളത് ആ ഭാഗത്തുനിന്ന് തുടങ്ങുന്ന അളവിന് എടുക്കുക. അത് 70 ആണെങ്കിൽ ആ ഭാഗത്തു നിന്ന് തുടങ്ങുന്ന 70. അതായത് വലത്ത് ഭാഗത്താണ് വരയില്ലെങ്കിൽ അകത്തെ അളവെടുക്കുക. ശ്രദ്ധിക്കുക, റൈറ്റ് സൈഡ് ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ലൈൻ റൈറ്റ് സൈഡിലാണെങ്കിൽ, വലതു ഭാഗത്താണ് എങ്കിൽ നമ്മൾ ഏതെടുക്കുക? ഇൻസൈഡ് ആയിട്ടുള്ള ഇന്നർ മെഷർമെന്റ് എടുക്കുക. ഇന്നർ അകത്തുള്ള അളവെടുക്കുക. ഓക്കെ, ഇനിയോ ലൈൻ ലെഫ്റ്റ് സൈഡിലാണ് എങ്കിലോ, ലൈൻ ലെഫ്റ്റ് സൈഡിൽ ആണ് എങ്കിൽ നമ്മൾ ഏത് മെഷർമെന്റ് എടുക്കുക? ഔട്ടറിൽ എടുക്കുക. ഇതിനെ മലയാളത്തിൽ പറഞ്ഞാല് വര വലതു ഭാഗത്താണ് ഉള്ളതെങ്കിൽ, അതായത് പ്രൊട്രാക്ടർ വെച്ചതിന്റെ വലതു ഭാഗത്ത്, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രൊട്രാക്ടർ വെച്ച സെന്ററിന്റെ വലതു ഭാഗത്താണ് നമ്മളുടെ വര. ഇല്ലതെങ്കിൽ
വലത് ഭാഗത്താണ് ഉള്ളതെങ്കിൽ അകത്തെ അളവും നിങ്ങൾ പ്രൊട്രാക്ടർ നോക്കണേ. വര ഇടത് ഭാഗത്താണ് ഉള്ളതെങ്കിൽ വര ഇടത് ഭാഗത്ത് എങ്കിൽ പുറത്തുള്ള അളവ് എടുക്കുക. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഇൻസ്ട്രുമെന്റ് ബോക്സിലെല്ലാം ഈ രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, അതിന് ശരിക്കും മാത്തമാറ്റിക്സ് എന്താ? ഈ അകത്ത് പുറത്തു നിന്നല്ല ശരിക്കും മാത്തമാറ്റിക്സ്. വെക്കുന്ന വരയുടെ ഭാഗത്ത് നിന്ന് തുടങ്ങണം. വെക്കുന്ന വരയുടെ ഭാഗത്ത് നിന്ന് തുടങ്ങുക. ഓക്കെ, അപ്പൊ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ കുട്ടികൾ, നോക്കിയാൽ ഡൗട്ട് തീർക്കാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ ആംഗിൾ തന്നു. ഇത് എത്രന്നറിയാൻ നമ്മൾ എവിടെ വെക്കേണ്ടത്? രണ്ടു വരയും കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്. ഇവിടെയല്ല, രണ്ടു വരയും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നമ്മൾ വെച്ചപ്പോൾ നിങ്ങൾ കണ്ടു എന്താണ്? വെച്ച പ്രൊട്രാക്ടറിന്റെ ഇടത് ഭാഗത്താണ് വര, ഇടത് ഭാഗത്താണ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ മാതിരി എന്താ വരിക? ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഔട്ടർ, പുറത്തത്തെ മെഷർമെന്റ് എടുക്കേണ്ടത്. ഇടത് ഭാഗത്താണ് പുറത്തത്തെ മെഷർമെന്റ്. അപ്പൊ ഇവിടുത്തെ കണക്ക് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഇടത് ഭാഗത്തായോണ്ട് ഇടത് ഭാഗത്തുനിന്ന് 0 തുടങ്ങുന്ന അളവിന നമ്മൾ എടുക്കുക. 0, 10, 20, 30, 40 പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ 50 ഡിഗ്രി കാണാം, പുറത്ത് 50 ഡിഗ്രി. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? അല്ലാതെ ഇങ്ങനെ ഒരു ചെരിഞ്ഞ വരയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ 50 എന്ന് എഴുതിക്കരുത്. നമ്മള് ഈ രണ്ട് കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്? എങ്ങനെയാണ് അളവ് കണ്ടുപിടിക്കുക? അളവിന്റെ മെഷർമെന്റ് ഏതിലാണ് പറയുക? ഡിഗ്രിയിലാണ് പറയുക. 90 ഡിഗ്രി 90 ഡിഗ്രി വരുമ്പോ അതിനെ പെർപെൻഡിക്കുലർ, ലംബം എന്നാണ് പറയുക. ചെറിയതേത് വലിയതേത് നോക്കുക. ആ ആംഗിള് വിടർന്നു നിൽക്കുന്നത് ഓപ്പൺ ചെയ്തിട്ട് എത്രത്തോളം ഓപ്പൺ ആയിട്ടുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്മോൾ ആംഗിൾ, ലാർജ് ആംഗിൾ എന്ന് പറയുക. ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താണ്? പ്രൊട്രാക്ടർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് നമ്മുടെ എക്സസൈസിൽ പോവാം. പേജ് നമ്പർ 13 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ 4 കോണുകളും അളന്നിട്ട് എത്ര ഡിഗ്രിയാണ് എന്ന് കണ്ടുപിടിക്കണം. കോണ് ആംഗിൾ അളക്കുന്നതിനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഏത് വരിക? നമ്മുടെ പ്രൊട്രാക്ടർ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പ്രൊട്രാക്ടർ. ഓക്കെ, ആ പ്രൊട്രാക്ടർ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. ഈ പ്രൊട്രാക്ടറിന്റെ ഈ സെന്റർ, ഈ കോർണറിൽ രണ്ടും കൂട്ടിമുട്ടുന്ന വര ഇല്ലേ, അവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അളന്ന് നോക്കുക. ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ വര താഴത്തെ ലൈൻ കറക്റ്റ് ആയിട്ട് വരണേ. ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ അളന്ന് കാണാൻ കഴിയും. നിങ്ങൾ നോക്കിയാൽ കാണുന്ന ഇവിടെ 60 ഡിഗ്രി എന്ന് കാണാം. 60. അപ്പൊ നമ്മൾ ഇവിടെ എത്ര എഴുതി? 60 എന്ന് എഴുതി. നോക്ക്, ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. അവിടെ 60 മാത്രമല്ല, ശ്രദ്ധിക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ 60 മാത്രമല്ല കാണുന്നത്. നിങ്ങൾ എന്ത് കാണുന്നുണ്ട്? നിങ്ങൾ അവിടെ മറ്റൊരു മെഷർമെന്റ് 120 എന്ന് കാണുന്നുണ്ട്. പക്ഷെ 120 വരുമോ? കാരണം ഈ വരയുടെ വലതുഭാഗത്തല്ലേ നമ്മൾ പ്രൊട്രാക്ടറിന്റെ വലതുഭാഗത്തല്ലേ വരയുള്ളത്. അപ്പൊ അങ്ങനെ തുടങ്ങുന്ന അളവാണ് എടുക്കേണ്ടത്. അത് 60 60 എന്ന് പറഞ്ഞാൽ 90 കുറവ്. 90 പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരിക? ഇങ്ങനെയല്ലേ 90 വരിക? അതിൽ കുറവാണ് നമ്മളുടെ അളവ് വരുന്നത്. അതുകൊണ്ടാണ് 60 ആയത്. 120 എന്ന് പറഞ്ഞാല് ഈ 90 ഇങ്ങനെ വരും. ആ 90-നെക്കാട്ടിയും വലുത് വരും. അപ്പൊ ഒരിക്കലും 120 വരില്ല. ഓക്കെ, രണ്ടാമത്തെ നോക്കൂ. എവിടെ പ്രൊട്രാക്ടർ വെക്കും? 2 വരയും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് താഴത്തെ ലൈൻ ഇതിന് കറക്റ്റ് ആയിട്ട് മുട്ടണം. മുട്ടിയിട്ടാകുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ വര പോകുന്നത് ഏത് അളവിലേക്കൂടെയാണെന്ന് നോക്കുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് 2 വില കാണാം. ഒന്ന് 130 ആണ്, മറ്റേത് 50 ആണ്. നോക്കൂ, ഈ 130, 50 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതി ഓർമ്മിക്കുക. പ്രൊട്രാക്ടറിന്റെ താഴത്തെ വര പ്രൊട്രാക്ടറിന്റെ വലതുഭാഗത്താണ്. അപ്പൊ വലത്ത് നിന്ന് തുടങ്ങുന്ന അളവാണ് എടുക്കേണ്ടത്. അങ്ങനെ 0, 10, 20 എന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ അളവാണ് എടുക്കേണ്ടത്. അപ്പൊ ഏതാണ് വരിക? അത് 130 ആണ് വരിക. അപ്പൊ ഈ ആംഗിൾ വരും 130. അത് കണ്ടുപിടിക്കാൻ മറ്റൊരു വഴിയും കൂടിയുണ്ട്. 130 എന്ന് പറഞ്ഞാൽ 90-നെക്കാട്ടിയും വലുതാണല്ലോ. 90 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെ വരക്കുന്നതാണ് 90. അതിനേക്കാളും ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ 50 ഒരിക്കലും വരില്ല. അപ്പൊ വരില്ല 130 ഡിഗ്രി. ഇനി ഇത് നോക്കാം നമുക്ക്. ഇത് നോക്ക്, ഇപ്പം പറഞ്ഞത് ഇടത് ഭാഗത്ത് ഇങ്ങനെയാണ് ആംഗിൾ പോയത്. ഇത് വലതു ഭാഗത്താണ് പോകുന്നത്. അപ്പൊ ഈ വലതു ഭാഗത്താണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്. ഇടത് ഭാഗത്തല്ല കേട്ടോ. 2 കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്. അങ്ങനെ പ്രൊട്രാക്ടർ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ
ഈ താഴത്തെ ലൈൻ കറക്റ്റ് ആക്കി വെക്കുക. ഇവിടെയാണ് വരിക. അപ്പൊ പ്രൊട്രാക്ടറിന്റെ ഇടത് ഭാഗത്താണ് ലൈൻ ഉള്ളത്. അപ്പൊ ഇടത് ഭാഗത്ത് തുടങ്ങുന്ന അളവെടുക്കുക. അപ്പൊ അളവെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം 60 ഡിഗ്രി, 60ലേക്കൂടെ പോകുന്ന കാണാം. 60, 60 120 ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇടത് ഭാഗത്ത് തുടങ്ങുന്ന അളവ് 60 ആയിട്ടാണ് വരിക. അപ്പൊ ഈ ആംഗിള് 60 ഡിഗ്രി. ആ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇത് ചെറിയ ക്ലാസ്സിലാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിലും ഉയർന്ന ക്ലാസ്സുകളിലും അത്യാവശ്യം വേണ്ടുന്നതാണ് ഈ ഡിഗ്രി കണ്ടുപിടിക്കുന്ന ഈ അറിവ്, നമ്മുടെ അറിവ്. ഇനി ഇവിടെ എവിടെ വെക്കുന്നുള്ളതാണ്. നോക്കൂ, ഈ വര ഇങ്ങനെയുണ്ട്, ഈ വര ഇങ്ങനെയുണ്ട്. അപ്പൊ ഏതിന് വെക്കാം? നമുക്ക് ഈ വരയുടെ മേലെ ഈ മുട്ടുന്ന സ്ഥലത്ത് പ്രൊട്രാക്ടർ വെക്കാം. അപ്പൊ പ്രൊട്രാക്ടർ മേലോട്ടാക്കി വെക്കാൻ കഴിയില്ല, പ്രൊട്രാക്ടർ താഴോട്ടാക്കിയിട്ട് വെക്കുക. അങ്ങനെ വെക്കുമ്പോ ഈ സെന്റർ വന്നു, ഈ മറ്റേ ലൈൻ കറക്റ്റ് ആയിട്ട് മേലെ വന്നു. ശ്രദ്ധിക്കണേ. ഇനി നോക്കുക, നമ്മളെ വര ഇതിലെ പോകുന്ന നോക്കിയാൽ ഇതിലേക്കൂടെയാണ് പോകുന്നത്. ഇതിലേക്കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ 2 വില കാണാം. ഒന്ന് കാണാം 130, ഒന്ന് കാണാം 50. അതിൽ ഏതെടുക്കും നോക്കിയാൽ അപ്പൊ അന്ന് പ്രൊട്രാക്ടറിന്റെ ഈ ഭാഗത്താണ് ലൈൻ ഉള്ളത്. അങ്ങനെ തുടങ്ങുന്ന അളവ് 0, 10, 20, 30, 40 എല്ലാ അളവ് ഇങ്ങനെ എടുക്കും. അപ്പൊ കാണാം 130 ഡിഗ്രി. അപ്പൊ നമുക്ക് ആവശ്യം വരിക ഇതെത്ര വരിക? 130 ഡിഗ്രി. കാരണം ഇങ്ങനെ വരച്ച 90 അല്ലേ? ഇങ്ങനെ വരച്ച 90. ആ 90-നെക്കാളും ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ 90-നെക്കാളും മേലെയാ വരിക, 90-നെക്കാളും മേലെയാണ് വരിക. അപ്പൊ 50 ഒരിക്കലും വരില്ല, 130 ഡിഗ്രി. അപ്പൊ ഇനി ഒരു ഡൗട്ട് എന്താ വരില്ല അറിയോ? പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുന്നതിന് പകരം ഈ ലൈനിലും പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചുകൂടെ? ഓക്കെ, അങ്ങനെ വെച്ചാലും നമ്മൾക്ക് ആൻസർ കിട്ടും. നോക്ക്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലൈൻ കറക്റ്റ് ആക്കി വെക്കണേ. എന്നിട്ട് എന്തായാലും ഈ പര പോകുന്നതാണ്. അപ്പൊ ഈ പ്രൊട്രാക്ടറിന്റെ ഇപ്പുറമാണ് ലൈൻ ഉള്ളത്. അപ്പൊ അങ്ങനെ തുടങ്ങുന്ന അളവിലേക്ക് എടുക്കുക. അപ്പൊ അവിടെ കാണാം 130 ഡിഗ്രി എന്ന് കാണാം. എങ്ങനെയായാലും കറക്റ്റാ. അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കാൻ പഠിക്കുക എന്നുള്ളത് ഈ ചാപ്റ്ററിലെ, അത് മാത്രമല്ല വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എവിടെയാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്, ഏത് അളവാണ് എടുക്കേണ്ടത്, അളവ് പറയുക ഏതിലാണ്, ഡിഗ്രിയിലാണ്, ഡിഗ്രി എങ്ങനെയാണ് എഴുതുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. അവിടെ നിങ്ങൾക്ക് 4 ചിത്രങ്ങൾ കാണാൻ പറ്റും. ഈ ചിത്രങ്ങൾ നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിൽ വരക്കണം. അപ്പൊ അത് എങ്ങനെയാണെന്ന് ശരിക്കും മനസ്സിലാക്കുക. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് വരച്ച് പഠിക്കേണ്ടത്, ഏതൊക്കെ ഉപകരണങ്ങളാണ് ഇത് വരക്കാൻ എടുക്കേണ്ടത് എന്നൊക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചിത്രം വരുമ്പോൾ ആദ്യം നമ്മൾ വരക്കേണ്ടത് എപ്പോഴും സൈഡാണ് വരക്കേണ്ടത്, ഈ താഴെ കാണുന്ന സൈഡ്. അപ്പൊ നമ്മൾ ആ സൈഡ് വരക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാ? സ്കെയില്. സ്കെയിൽ എത്ര എടുക്കുക? 4. അപ്പൊ അത് നിങ്ങൾക്ക് ഒന്നാമത്തെ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ ആദ്യം നിങ്ങൾ 4 സെന്റിമീറ്റർ നീളത്തിലൊരു വര വരക്കുക. 4 സെന്റിമീറ്റർ നീളത്തിലൊരു വര വരച്ചു. അളന്നിട്ട് 4 സെന്റിമീറ്റർ. ഓക്കെ, ഇത് ഞാൻ റഫായിട്ട് വരച്ച ചിത്രമാണ്. ഇനി അത് എങ്ങനെയാണ് വരക്കല് എന്നാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ 4 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചു. വര വരച്ചിട്ട് പിന്നെ എത്രയാണ് പറഞ്ഞത്? 50 ഡിഗ്രി ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതിന് 50 ഡിഗ്രി കിട്ടാൻ നമ്മൾ എടുക്കുന്ന ഉപകരണം ഏതാ? നമ്മുടെ പ്രൊട്രാക്ടർ ആണ് നമ്മൾ എടുക്കുന്നത്. നോക്കൂ, നിങ്ങളുടെ സ്കെയിലത്തെ ചെറിയ പ്രൊട്രാക്ടറിന് ഞാൻ എടുക്കാം. ഈ പ്രൊട്രാക്ടർ എടുത്തു. എന്നിട്ട് ഇതിന്റെ ഈ ലൈനിന്റെ ഇവിടെ അത് വെച്ചു. അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്തു? 50 ഡിഗ്രിയാണ്. അപ്പൊ എന്ത് വരും? ഈ വര വെച്ചതിന്റെ ഭാഗത്ത് ഇപ്പറല്ലേ വരയുള്ളത്, തുടക്കുന്ന 50-നെ എടുക്കുക. 50 നോക്കുമ്പോ 10, 20, 30, 40, 50 എന്ന് പറയുന്ന ഒരു വര ഇവിടെ 50 കണ്ടു. അതിന്റെ പുറത്ത് ഒരു കുത്തിടുക. അതിന്റെ പുറത്ത് ഈ 50 നേരെ വരയുടെ മേലെ ഒരു കുത്തിടുക. ശ്രദ്ധിക്കണേ, 50-ന്റെ മേലെ കുത്തിടുക. ഇനി എന്ത് ചെയ്യാ അറിയോ? സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് ഈ എൻഡും ഈ അറ്റവും ഇതും കൂടെ നീട്ടി യോജിപ്പിക്കുക. ശ്രദ്ധിക്കണേ, ഇവിടം വരെ മാത്രമല്ല യോജിപ്പിക്കേണ്ടത്. ചില കുട്ടികൾ അങ്ങനെ തെറ്റിക്കും. ഈ കുത്തിലേക്കൂടി ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇതിലേക്കൂടെ നീട്ടി വരക്കുക. ഇമ്പോർട്ടൻറ്റ്, നീട്ടി വരക്കുക. അപ്പൊ നമ്മളെ കുത്ത് ഇവിടെ ഉണ്ട് കേട്ടോ, കുത്ത് ഇവിടെ ഉണ്ടായിരുന്നു, നീട്ടി വരച്ചു. അതേപോലെ പ്രൊട്രാക്ടർ എവിടെ വെക്കുക? ഇവിടെ വെക്കുക. ഇതിന്റെ സെന്റർ ഇവിടെ വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെന്റർ ഇവിടെ വെക്കുക. എന്നിട്ട് എത്ര എടുക്കുക? അതിലും നിങ്ങൾ അതേമാതിരി 10, 20, 30, 40, 50 എന്ന് പറയുന്നത് ഇവിടെ കാണാം. നിങ്ങൾക്ക് 50-ന്റെ അവിടെ കുത്തിട്ടു. സെറ്റ് സ്ക്വയർ ഇങ്ങോട്ട് മാറ്റി. ഇനി എന്ത് ചെയ്യുക? ഈ പോയിന്റും ശ്രദ്ധിക്കണേ, ഈ പോയിന്റും രണ്ടും കൂടി നീട്ടി വരക്കുക.
നീട്ടി വരച്ചു. നീട്ടി വരച്ചതിന് രണ്ട് വരയും കൂടെ കൂട്ടിമുട്ടിയല്ലോ. ഇത് നീട്ടി വരച്ചത് കൊണ്ടാണ് മുട്ടിയത്. ഇവിടം വരെയാണ് വരച്ചിരുന്നതെങ്കിൽ ഈ വരക്കുന്ന വര മുട്ടുവോ? ഇല്ല. അതുകൊണ്ടാണ് നീട്ടി വരക്കാൻ പറഞ്ഞത്. അപ്പൊ ഇനി വേണം എന്ത് ചെയ്യാ, നമ്മൾക്ക് ആവശ്യമില്ലാത്തതെല്ലാം മാറ്റി കളയാ. മായ്ക്കണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് മായ്ച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ എത്ര എഴുതുക? 4 എഴുതുക. ഇവിടെ എത്ര എഴുതുക? 50 എന്ന് എഴുതുക. ഡിഗ്രി എന്ന് എഴുതുക. ഇവിടെയും 50 ഡിഗ്രി എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കായി. ഓക്കെ, ഈസി ആയിട്ട് പഠിക്കണേ. ഓക്കെ, രണ്ടാമത്തേത് ഞാൻ നോക്കാം. ആദ്യം വരക്കേണ്ടത് എത്ര വരെയാണ് ആദ്യം വരക്കേണ്ടത്? സ്കെയിൽ വെച്ചിട്ടാണ് ആദ്യം വരേണ്ടത്. എല്ലാത്തിനും സ്കെയിൽ വെച്ചിട്ട് താഴത്തത് ആദ്യം വരക്കുക. ഓക്കെ, 5. അപ്പൊ 5നെ ഞാൻ ഇവിടെ വരക്കുകയാണ്. 5 സെന്റിമീറ്റർ എന്ന സ്കെയിലിൽ 5 അറിയാലോ നിങ്ങൾക്ക്. ആ 5ന് നിങ്ങൾ വരച്ചു. ഓക്കെ ഓക്കെ, ഇവിടെ 5 സെന്റിമീറ്റർ ഞാൻ എഴുതി. 0 മുതൽ 5 വരെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, 0 മുതൽ 5 വരെ 5 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം? 30 ഡിഗ്രി. ഈ ഡിഗ്രി കാണുമ്പോൾ എല്ലാം എടുക്കേണ്ടത് നമ്മുടെ പ്രൊട്രാക്ടർ ഡിഗ്രി പ്രൊട്രാക്ടർ അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇത് 30, ഇതെല്ലാം ഡിഗ്രി ആണ്. ഓക്കെ, ഇവിടെ എല്ലാം ഡിഗ്രി ഉണ്ട്. ഡിഗ്രി എല്ലായിടക്കും ഡിഗ്രി ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ 30 ഡിഗ്രി വേണം. അപ്പൊ എങ്ങനെ വെക്കും? നമ്മുടെ ഈ പ്രൊട്രാക്ടർ ഈ സെന്ററിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് വെച്ചു. ഈ സെന്റർ ഈ കറുത്ത വര ശ്രദ്ധിക്കണേ, പലതവണ ഞാൻ പറഞ്ഞു ഈ ലൈനിന്റെ മേലെ തന്നെ വരണം. എന്നിട്ട് എത്ര വേണം? 30. അപ്പൊ ഈ വരയുടെ ഈ പ്രൊട്രാക്ടറിന്റെ വലതു ഭാഗത്തല്ലേ നമ്മുടെ ലൈൻ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ആ ഭാഗത്ത് തുടങ്ങുന്ന അളവ് 30 ഡിഗ്രി. അപ്പൊ ഇവിടെ 30 എന്ന് കാണാം. ഈ താഴെയാണ്, ഉള്ളിലാണ് 30 എന്ന് കാണുക. അപ്പൊ ഈ നേരെ മേലെയാണ് നമ്മൾ കുത്തു വീഴുന്നത് കേട്ടോ. ഈ 30 ഉള്ളിലാണ്, ഇവിടെ കുത്തിടാൻ കഴിയില്ല. അപ്പൊ അതിന്റെ നേരെ മേലെ ആ ലൈനിൽ കുത്തിടുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ആ കുത്തും നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് രണ്ടും കൂടെ യോജിപ്പിക്കുക. ഓക്കെ, ഈസി. ഇത് ഈസിയാണ്, എളുപ്പത്തിൽ. ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളായതുകൊണ്ട് ശരിക്കും നീട്ടി വരച്ചു. നീട്ടി വരക്കാൻ എപ്പോ ഓർമ്മിക്കണേ? വരച്ചു. എന്നിട്ട് ഇത് 30 ഡിഗ്രി എന്ന് എഴുതാം, അല്ലെങ്കിൽ ലാസ്റ്റിൽ എഴുതാം, അത് കുഴപ്പമില്ല. ഇത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി നമുക്ക് ഇതിൽ എടുക്കാലോ, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ എടുക്കാം. ഈ തൽക്കാലം ഇതന്നെ എടുത്ത് വരക്കാം. നമുക്ക് ഇവിടെ സെന്ററിൽ വെക്കുക. ഇതിന്റെ സെന്ററിൽ കറക്റ്റ് ആക്കി വെക്കുക. ഇവിടെ 90 ഇതാ നേരെ മേലെ 90. എന്ത് ചെയ്താൽ മതി? ആ 90ഉം ഈ പോയിന്റും കൂടി നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ നീട്ടി വരക്കുക. ഓക്കെ, നീട്ടി വരച്ചിട്ട് ഇവിടെ മുട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ചിട്ട് ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ട് നീട്ടുക. ഓക്കെ, സ്കെയിൽ വെച്ചിട്ട് നീട്ടുക. അപ്പൊ നമ്മളുടെ ആയി. ഇത് എത്രയായി? 90 ആയി. അപ്പൊ രണ്ടാമത്തതായല്ല. ഓക്കെ, മൂന്നാമത്തത് നോക്ക്. കോംപ്ലിക്കേഷൻ ആയിട്ടൊരു ചിത്രമായി തോന്നും, പക്ഷെ നമുക്ക് ഇത് ഈസി ആയിട്ട് വരക്കാൻ പറ്റും. ആദ്യം എത്ര വരക്കുക? നോക്ക്, ഇവിടെ എഴുതിയിട്ടുണ്ട് 6 സെന്റിമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം സെന്റിമീറ്റർ ആണ് മക്കളെ. ഈ നീളമൊക്കെ സെന്റിമീറ്ററിലാണ്. ഓക്കെ, ആ പുസ്തകത്തിലുണ്ട്, ടെക്സ്റ്റിലുണ്ട്. അപ്പൊ 6 സെന്റിമീറ്റർ നീളത്തിൽ ആദ്യം ഒരു വര വരക്കുക. 6 സെന്റിമീറ്ററിൽ ഫസ്റ്റിൽ ഒരു വര വരച്ചു. 6 എന്ന് എടുത്തിട്ട് വരച്ചു. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ വര വരച്ചു കേട്ടോ, നിങ്ങൾക്ക് ചിത്രം കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ 6 സെന്റിമീറ്ററിൽ വരച്ചു വരാം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? നമ്മള് പിന്നെ നോക്കിയാൽ ഈ താഴത്തെ ചിത്രം നിങ്ങൾ നോക്കേ വേണ്ട, മേലത്തെ മാത്രം നോക്ക്. മേലത്തത് മാത്രം മേലെ ഉണ്ടാകുമ്പോ ഇതേമാതിരി അല്ലേ ഇല്ല ഇവിടെ, അതിനെ മാത്രം നോക്കിയാൽ അപ്പൊ 20 ഡിഗ്രി എന്നാ കാണുക. അപ്പൊ ഇവിടെ വെക്കുക, പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക. ശ്രദ്ധിക്കണേ, കറക്റ്റ് ലൈൻ കറക്റ്റ് ആക്കുക. 20. അപ്പൊ ഇതിൽ 20 കാണാലോ, ഇവിടെ 20 കാണാം. ആ 20 എടുക്കുക, ഒരു കുത്തിടുക. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അതേമാതിരി ഇതിലും വരക്കാൻ പറ്റും. ഏത് ഭാഗത്താണ് കുത്തിടേണ്ടതെന്ന് ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ, നീട്ടി വരച്ചു. ഞാൻ നീട്ടി വരച്ചു, പിന്നെ മായ്ച്ചാൽ മതിയല്ലോ. പിന്നെ ഇപ്പറുണ്ട് 20 ഡിഗ്രി. അപ്പൊ എന്ത് ചെയ്യാ? ഇവിടെയും പ്രൊട്രാക്ടർ വെക്കുക. ശ്രദ്ധിക്കണേ, ഇവിടെയും പ്രൊട്രാക്ടർ ലൈൻ കറക്റ്റ് ആക്കി വെക്കണം. അവിടെയും എത്ര ഡിഗ്രിയാണ്? 20 ഡിഗ്രിയാണ്. 10, 20. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെയാണ് 20 വരുന്നത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം? അതും ഇതും കൂടെ സ്കെയില് വെക്കുക. ഈ പോയിന്റും ഈ നമ്മുടെ വരയുടെ പോയിന്റും ലാസ്റ്റ് പോയിന്റും കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്ത് നമുക്ക് ആരായി? നമ്മളുടെ ട്രയാങ്കിൾ ആയി. ബാക്കിയുള്ള വായിച്ചു കഴിഞ്ഞോ കേട്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ ഇത് 20 ഡിഗ്രി ആയി, ഇതും 20 ആയി. അപ്പൊ മേലത്തതായല്ലോ. ഇനി താഴത്തെ വേണം. താഴത്തെ വെക്കണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രൊട്രാക്ടർ ഈടൊരു വര ഉണ്ടല്ലോ, ആ വരക്ക് കണക്കായിട്ട് പ്രൊട്രാക്ടർ താഴോട്ട് വെക്കുക. ഇങ്ങോട്ട് താഴോട്ട് വെക്കുക. ഇങ്ങനെ വെച്ചൂടെ? താഴോട്ട് ഇങ്ങോട്ട് വെച്ചു. ഇങ്ങോട്ട് വെച്ചിട്ട് 20 അല്ലേ വേണ്ടത്? നോക്കിയാൽ ഇങ്ങനെയല്ലേ വര പോകുന്നത്. അപ്പൊ ഈ ഭാഗത്ത് ഒരു 20 ഇവിടെ ഒരു 20 0, 10, 20 ഇവിടെ ഒരു 20 ഉണ്ട്. കണ്ടില്ലേ? ഇങ്ങനെ വര പോകുന്നു. അപ്പൊ ഇങ്ങനെ വര പോകുന്നുണ്ട്. അപ്പൊ അല്ലാണ്ട് മറ്റേ 20 എവിടെയാണെന്നറിയോ? ഈ ഭാഗത്താണ്. ആ ഭാഗത്ത് എടുക്കൂലല്ലോ നിങ്ങൾ. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കണേ. ഓക്കെ,
അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. ഏതെല്ലാം യോജിപ്പിക്കണം മനസ്സിലായില്ലേ? ഇപ്പം പ്രൊട്രാക്ടർ വെച്ച ഭാഗവും ഇതും കൂടെ ജോയിൻ ചെയ്യാം, യോജിപ്പിക്കുക. ഓക്കെ, വരച്ചു. ഇനി അതേമാതിരി ഇത് 20 ഇത് 20 ലാസ്റ്റിൽ എഴുതിയാൽ മതി. ഈ 20 ലാസ്റ്റിൽ എഴുതിയാൽ മതി. ഇനി ഇപ്പുറം വെക്കുക, ഇപ്പുറം വെച്ചിട്ട് അത് കഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നോക്കുമ്പോ ഇവിടെ ഒരു 20 കാണാം. ഓക്കെ, 0, 10, 20 ഇവിടെ കാണാം 20. ആ 20നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നു. നോക്കൂ, ജോയിൻ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇങ്ങനെയുള്ള ഒരു ഫിഗർ കിട്ടി. കറക്റ്റ് അല്ലേ? ഇവിടെ 20 എഴുതുക, ഇവിടെ 20 എഴുതുക. ഇവിടെ മുട്ടിച്ചിട്ടുണ്ട്. ഇത് നീട്ടി വരച്ചാലും മതി. അപ്പൊ ബാക്കിയില് മായ്ച്ചു കഴിഞ്ഞാൽ മതി. അപ്പൊ ഓക്കെ, അപ്പൊ അതും കിട്ടി. ഇനി ലാസ്റ്റ് ഇതാണ്. ഇതേമാതിരി നമ്മൾ 5ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആ രീതിയിലല്ല ഇവിടെ വരക്കേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? 5 സെന്റിമീറ്റർ എടുക്കുക. ഓക്കെ, സൂപ്പർ ചിത്രമാണ്. ഇതിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടന്റ് ആയി ശരിക്കും മനസ്സിലാക്കിക്കോ. 5 സെന്റിമീറ്റർ ഞാൻ വരച്ചു. 5 സെന്റിമീറ്റർ സ്കെയിൽ എടുക്കാൻ അറിയാലോ. 5 സെന്റിമീറ്റർ, നിങ്ങളെ സ്കെയിൽ 5 സെന്റിമീറ്റർ. ഇവിടെ നോക്ക്, എത്ര ഡിഗ്രി ഉണ്ട്? ഇത് 60 ഡിഗ്രി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? 60 ഡിഗ്രി എടുക്കുമ്പോൾ ആരെയാ എടുക്കേണ്ടത്? നമ്മുടെ പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക. ഇവിടെയല്ലേ 60 ഡിഗ്രി ഉള്ളത്. ഓക്കെ, ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക. കറക്റ്റ്, 60 ഡിഗ്രി. അപ്പൊ നിങ്ങൾ നോക്കിയാൽ 0, 10, 20, 30, 40, ഇവിടെ 60, ഉള്ളിൽ ഇതാ 60, ഇതാ 60. ശ്രദ്ധിക്കണേ, ഇവിടെ ഇതാ വര ഇങ്ങനെയല്ലേ പോകേണ്ടത്. ഈ വരയിൽ നിന്ന് ഇങ്ങനെയല്ലേ വര പോകേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് തെറ്റില്ല. എന്തുകൊണ്ടറിയോ? ഇവിടെ ഒരു 60 ഉണ്ട്, പിന്നെ ഇപ്പറാണ് 60 ഉള്ളത്. അത് നമ്മൾ എടുക്കൂലല്ലോ, ഇങ്ങനെ വര പോവില്ലല്ലോ. ഓക്കെ, 60 ഡിഗ്രി ഏത് ഭാഗത്തുനിന്ന് തുടങ്ങുന്നു നോക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. ശ്രദ്ധിക്കണേ, അത് രണ്ടും കൂടെ നീട്ടി വരക്കും, അത് ഓർമ്മിക്കണം. പിന്നെ നോക്കിക്കോ, നിങ്ങള് ഇവിടെ നിങ്ങൾക്ക് എത്ര? 3 തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സ്കെയിൽ എടുക്കുക. സ്കെയിലിൽ എത്ര എടുക്കുക? 3 സെന്റിമീറ്റർ അറിയാലോ നിങ്ങൾക്ക്. സ്കെയിൽ വെക്കുക. സ്കെയിൽ വെച്ചിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 3 സെന്റിമീറ്ററിന് നിങ്ങൾക്ക് ഇതില് അടയാളപ്പെടുത്തുക. ഓക്കെ, നിങ്ങളെ സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ അവിടെ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. സ്കെയിൽ വെച്ചിട്ട് 3 സെന്റിമീറ്റർ, എത്രയേ ഉള്ളൂ? 3 സെന്റിമീറ്റർ. ഇത് കാണണേ, നമുക്കിത് ആവശ്യമുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്, അവിടെ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, മറ്റേത് മേലെ വേണം നമുക്ക് വായിക്കാം. പിന്നെ ഇപ്പുറം നോക്കിയാൽ 120 ഡിഗ്രി. തെറ്റിക്കല്ലേ? പ്രൊട്രാക്ടർ വെക്കേണ്ടത് ഈ അറ്റത്ത് വെച്ചു. 120 ആണ്, 120 ആണ്. നോക്കൂ കുട്ടികളെ, തെറ്റിക്കല്ല. നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ കാണാലോ. ഇതാ ഇവിടെ ഒരു 120 ഉണ്ട്, ഇവിടെ ഒരു 120 ഉണ്ട്, ഇവിടെ ഒരു 120 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഏത് നിങ്ങൾ എടുക്കും? ഇതെടുക്കുവോ? നോക്കിയാൽ വര ഇങ്ങനെയല്ലേ പോകുന്നത്. ഈ വര ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതല്ലേ എടുക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ ഓർമ്മിക്കാം? ദാ ഈ വരയുടെ ഇപ്പുറത്താണ് ഉള്ളത്. ഇപ്പുറത്ത് തുടങ്ങുന്ന അളവ്, അതായത് പുറത്തേത്ത അളവ് എത്ര? 120. അപ്പൊ ഇതാണ് വരിക. ഓക്കെ, അല്ലെങ്കിൽ 90-നെക്കാട്ടിയും അധികം വരുന്നത്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ആണ് ആവശ്യം, ഈ പോയിന്റ് അല്ല. തെറ്റിക്കല്ലേ? കൃത്യം ചിത്രം നോക്കിയിട്ടാ വരക്കുന്നത്. ചിത്രം നമുക്ക് തരുമല്ലോ. ചിത്രം അതേപോലെ ചിത്രം വരക്കാനാ തരല്. അപ്പൊ അത് ഏതാണ് എടുക്കേണ്ടത് കറക്റ്റ് മനസ്സിലാക്കുക. അപ്പൊ ഇതും കൂടെ സ്കെയിൽ വെക്കുക, നീട്ടി യോജിപ്പിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് 3 തന്നിനല്ലോ. അപ്പൊ ഇതും നിങ്ങൾക്ക് എത്രയാണ്? 3 തന്നെയാണ്. ഓക്കെ, ഇതും 3 ഇതും 3. അപ്പൊ ഇതിലും എന്ത് ചെയ്യാം? 3 സെന്റിമീറ്റർ എടുത്തിട്ട് ഇതിലും മാർക്ക് ചെയ്യാം. ഓക്കെ, അതില് 3 സെന്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? ഈ പോയിന്റും കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ പോയിന്റും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള ഒരു ചിത്രം കിട്ടും. ഇത് രണ്ടും കൂടെ, ഇത് 3 ഇപ്പൊ നമ്മൾ എടുത്തേക്ക്. അപ്പൊ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്താൽ കിട്ടി. ഇനി അളവും കൂടി എഴുതിയാൽ മതി. ഇത് എത്രയാണ്? 60 ഡിഗ്രി. ഇത് 120 ഡിഗ്രി. ശ്രദ്ധിക്കണേ, 120 ഡിഗ്രി. കാരണം 90 ഇങ്ങനെയല്ലേ വരിക. 90 വരൽ ഇങ്ങനെയല്ലേ. ഇത് അതിനേക്കാളും വരുമ്പോ എത്ര? 90-നെക്കാട്ടിയും വലുതായി. അപ്പൊ 120 ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ള ചിത്രം ക്ലിയർ ആയിട്ട് മനസ്സിലായി. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഇത് വരക്കാൻ. ശരിക്കും പഠിക്കുക, ഇവയെല്ലാം വരക്കാൻ പഠിക്കുക. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരുന്നതാണ്. എല്ലാ ക്ലാസ്സിലും, ഉയർന്നു വരുന്ന എല്ലാ ക്ലാസ്സിലും ഇങ്ങനെയുള്ള ചിത്രം നിങ്ങൾക്ക് വരക്കാനുണ്ടാവും. അതുകൊണ്ട് ആ കാര്യം, ആംഗിൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, പ്രൊട്രാക്ടർ വെക്കേണ്ടത് എവിടെയാണെന്ന് മനസ്സിലാക്കുക, പിന്നെ ജോയിൻ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ഓക്കെ, ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾക്ക് ഈ ചാപ്റ്ററിന്റെ 2ാമത്തെ ഭാഗം നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ
സബ്സ്ക്രൈബ് ചെയ്ത കുട്ടികൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് അന്നേരം തന്നെ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് കാണാൻ കഴിയും. ഓക്കെ, ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, വീണ്ടും കാണാം. ബൈ.